പോലീസ് ഇൻസ്പെക്ടറായ അനുജനെ കാണാൻ ഒരു വേനൽക്കാലത്ത് വിദൂരത്തുള്ള പട്ടണത്തിലെത്തിയതായിരുന്നു റഷീദ്. പട്ടണത്തിലൂടെ നടക്കുന്നതിനിടയിലാണ് ഒരിടവഴിയിൽ മരത്തണലിൽ ഒരു വൃദ്ധൻ അവശനായി കിടക്കുന്നത് കണ്ടത്. കണ്ടാൽ 80 വയസ്സ് തോന്നിക്കും. റഷീദിനെ കണ്ടപാടെ വൃദ്ധൻ വെള്ളം ചോദിച്ചു. റഷീദ് അടുത്തുള്ളൊരു വീട്ടിൽ ചെന്ന് അല്പം വെള്ളമുണ്ടോ എന്നന്വേഷിച്ചു. ഒരു യുവതി ഒരു മൊന്തയിൽ വെള്ളം കൊണ്ടുവന്ന് റഷീദിന് കൊടുത്തു. വൃദ്ധൻ വെള്ളം കുടിച്ച് അള്ളാഹുവിനെ സ്തുതിച്ചു. പിന്നെ പതുക്കെ എണീറ്റ് മൊന്തയിലെ പാതി വെള്ളം വഴിയരികിൽ വാടി തളർന്ന് നിൽക്കുന്ന തൈമാവിൻ്റെ ചുവട്ടിൽ ബിസ്മി ചൊല്ലി ഒഴിച്ചു. താനൊരു ഫക്കീറാണെന്നും ഉറ്റവരായി ആരുമില്ലെന്നും താൻ മരിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് ആ വൃദ്ധൻ എന്നേക്കുമായി കണ്ണടച്ചു. റഷീദ് അദ്ദേഹത്തിൻ്റെ ജനാസ കർമ്മങ്ങൾ ചെയ്ത് ആ വൃദ്ധനെ ഖബറടക്കി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ റഷീദും മൊന്തയിൽ വെള്ളം നൽകിയ അസ്മാ എന്നു പേരുള്ള യുവതിയും തമ്മിൽ വിവാഹിതരായി. അവർ പുതിയ വീട് വെച്ചപ്പോൾ ആ വൃദ്ധൻ വെള്ളമൊഴിച്ചു കൊടുത്ത തൈമാവ് വേര് പൊട്ടിക്കാതെ വീടിൻ്റെ മുറ്റത്തേക്ക് മാറ്റി നട്ടു. അസ്മാ എല്ലാ ദിവസവും മാവിന് വെള്ളമൊഴിച്ചു കൊടുത്തു, വളമിട്ട് കൊടുത്തു. മാവ് വളർന്നു, മധുരമുള്ള മാമ്പഴങ്ങളിൽ നിറഞ്ഞു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തേന്മാവ് എന്ന കഥയിലെ കഥാപാത്രങ്ങളാണ് റഷീദും അസ്മായും. തേന്മാവിൻ്റെ ചോട്ടിലിരുന്ന് റഷീദ് തന്നെയാണ് ബഷീറിന് ഈ കഥ പറഞ്ഞു കൊടുത്തത്. യാത്ര പറഞ്ഞു പോകുമ്പോൾ റഷീദിൻ്റെ മകൻ 4 മാമ്പഴങ്ങൾ പൊതിഞ്ഞ് ഒരു കടലാസിലാക്കി. കടലാസിൽ പൊതിഞ്ഞ് ബഷീറിന് നൽകി. പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ യൂസഫ് സുദ്ദീഖ് എന്ന് അവൻ ബഷീറിന് മറുപടി നൽകി. മരിക്കുന്നതിന് മുമ്പ് തൈമാവിന് വെള്ളമൊഴിച്ചു കൊടുത്ത ആ വൃദ്ധൻ്റെ പേരും യൂസഫ് സുദ്ദീഖ് എന്നായിരുന്നല്ലോ. കത്തുന്ന വേനലിൽ മധുരമൂറുന്ന വിഭവങ്ങളാണ് അള്ളാഹു പ്രകൃതിയിൽ സംവിധാനിച്ചിരിക്കുന്നത്. മാമ്പഴം, ചക്കപ്പഴം, കശുമാങ്ങ, ഇങ്ങനെ അനേകം ഫലങ്ങൾ. മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭൂമിയുടെ അവകാശികൾക്കെല്ലാം ഈ ഫലങ്ങൾ വലിയ ആശ്വാസമാണല്ലോ. പൊള്ളുന്ന വേനൽക്കാലത്ത് മരങ്ങൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം. പക്ഷികൾക്കും മുറ്റത്തും തൊടിയിലും കാണുന്ന ചെറുജീവികൾക്കും തണ്ണീർ കുടങ്ങൾ ഒരുക്കാം. അവരുടെയും വിശപ്പ് മാറട്ടെ, ദാഹം ശമിക്കട്ടെ. ബഷീറിൻ്റെ മനോഹരമായ തേന്മാവ് എന്ന കഥ പ്രകൃതിയെയും പ്രകൃതി സ്നേഹത്തെയും തൊട്ടറിഞ്ഞ് മനുഷ്യരോട് പ്രകൃതി സ്നേഹത്തിൻ്റെ മനോഹാരിതകളും പ്രാധാന്യവും പറയുന്ന ഹൃദയസ്പൃക്കായ കഥയാണ്. പ്രകൃതിയെ അറിയുക, പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക, പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുക, നമുക്ക് വേണ്ടിയും നാളേക്ക് വേണ്ടിയും.